Hi students, good morning. Video se konjita begum. Take a silent prayer. Right, വേഗം നോക്കി എന്താ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ പെട്ടെന്ന്. അവിടെ tangent properties theorems. Okay, right. Vaishanu പറയുന്നത് എന്താ theorem 10.1? Tangent of any point of circle is perpendicular to the tangent of any point of circle is perpendicular to the radius of the circle. Okay. ഒന്ന് പറഞ്ഞേ ആഷ്ന എന്താ theorem 10.2? Tangent from two tangents from one of the external point is equal. How many tangents can be drawn from an external point? Just well. How many tangents we can draw from an external? Two tangents. Okay. അപ്പോൾ നമുക്ക് ഇനി എക്സസൈസിൽ 3 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള വേഗം ഒന്ന് നമ്പർ 5 ആണ്. എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? മുനീറ ക്വസ്റ്റ്യൻ വായിച്ചോ മുനീറ? കേട്ടില്ല ഒന്നോടെ. ഇത് പറയാനാണോ? അർത്ഥം പറയാനാണോ? ക്വസ്റ്റ്യൻ നമ്പർ 5ന്റെ മീനിങ് എന്താണ്? രണ്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ചെയ്താൽ അല്ലാതെ പെർപെൻഡിക്കുലർ സർക്കിളിന്റെ പെർപെൻഡിക്കുലർ ആണെന്ന് തോന്നുന്നു. ആ ക്വസ്റ്റ്യന്റെ പ്രൂഫേ ഒരല്പം ഒരു ഡിഫറെന്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുക. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്ത മെത്തേഡിലല്ല, ഒരല്പം വ്യത്യാസം ഉണ്ട് അതിന്റെ ചെയ്യുന്നതിന്. അതിലെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളൊരു സർക്കിളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഒരു സർക്കിളിലെ ടാൻജന്റ് ഉണ്ട്, ടാൻജന്റിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ദാറ്റ് ലൈൻ വിൽ പാസ് ത്രൂ ദ സെന്റർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. When we draw a line perpendicular to the tangent, that line will pass through the center. കേൾക്കുമ്പോൾ നമ്മൾ ആ പഠിച്ച തിയറം തന്നെ അല്ലേ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമ്മൾ തിയറമായി പഠിച്ച് നമുക്ക് ഫീൽ ചെയ്യാം. പോയിന്റ് 1ന്റെ അബ്ദുൽ ഖഹാർ 10.1ന്റെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്?
the tangent at any point of a circle is perpendicular to the radius through the point of contact. ടാൻജന്റും റേഡിയസും പെർപെൻഡിക്കുലർ ആണ്. സ്റ്റേറ്റ്മെന്റ് ഡിഫറൻസ് മനസ്സിലാക്കണേ. നമ്മൾ പഠിച്ചത് ടാൻജന്റും റേഡിയസും പെർപെൻഡിക്കുലേഴ്സ് ആണ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് സെന്ററിലൂടെ പാസ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടും ഡിഫറെന്റ് ആയ സ്റ്റേറ്റ്മെന്റ്സ് ആട്ടോ, പരസ്പരം കോറിലേറ്റ് ചെയ്യാത്ത രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് രണ്ടാമത്. ടാൻജന്റിന്റെ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലും ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് പെർപെൻഡിക്കുലർ വിൽ പാസ് ത്രൂ ദ സെന്റർ എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, എന്റെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം എന്റെ പ്രൂഫ് ഒരല്പം സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് പ്രൂഫ് ആണ്. ഞാൻ പറയാം. ഫിഗർ വരച്ചാൽ ഒരു ടാൻജന്റ് ആ ലൈൻ സെന്റർ അല്ല. ഇത് പി എ ബി ആണ് ടാൻജന്റ്. ഇപ്പം ക്യൂ ഞാൻ വിളിക്കുന്നു. ഇവിടെയാണ് സർക്കിളിന്റെ സെന്റർ. സർക്കിൾ സെന്റർ ചെയ്യുന്നു, നമ്മളൊരു ലൈൻ പിയിലേക്ക് വരയ്ക്കുന്നു. നിങ്ങൾ സിംഗിൾ കളർ വരച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഐഡന്റിഫൈ രണ്ട് കളർ കൊടുത്തു. ഓക്കെ, റൈറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇതില് ഓ എന്ന് പറയുന്ന സർക്കിൾ സെന്റർ ആണ് കേട്ടോ, അതിന് മാറ്റമൊന്നുമില്ല. ഈ ആംഗിൾ ഒ പി ബി എത്രയായിരിക്കും കുർബാന? ആംഗിൾ ഒ പി ബി 90 degree. 90 ഡിഗ്രി. എന്താ റീസൺ? Theorem 10.1. 10.1 ആംഗിൾ ഒ പി ബി 90 ആണ്, കാരണം ഓ സെന്റർ ആണ്, എ ബി ടാൻജന്റ് ആണ്, പി എന്നുള്ളത് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ശരി, ഐഷ സുമാന, ഈ ക്യൂ പി ബിയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും ഐഷ? ക്യൂ പി ബി കേട്ടില്ല. 90 അല്ല എന്ന് നമുക്ക് പറയാം, കാരണം ചെരിഞ്ഞ് നിൽക്കുന്നു. പക്ഷെ ക്യൂ പി ബി 90 ആണ് നമ്മൾ എടുക്കും. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. നമ്മൾ ആ പെർപെൻഡിക്കുലർ ആയിട്ട് ക്യൂ പി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എഴുതിയതാഴെ ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതിയായിരുന്നോ? എ ബി ടാൻജന്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ? ഓക്കെ, എഴുതിക്കോ. AB is the tangent of the circle centered at O. Let AB is the tangent of the circle centered at O, and QP be the perpendicular. QP be the perpendicular
drawn to the tangent. Drawn to the tangent. താഴെ angle OPB equal to 90 degree. Angle OPB equal to 90 degree. Reason is that the reason OPB 90 ആവാൻ like Khadija ചെയ്യാം. Theorem 10.1. അടുത്തത് angle QPB equal to 90 degree. Angle QPB equal 90 degree. QPB 90 ആവാനുള്ള കാരണം എന്താ? QPB ന്റെ വാല്യൂ 90 ആവാനുള്ള reason എന്ന് പറഞ്ഞു കേക്കട്ടെ ആഷ്ന. perpendicular QP perpendicular ആയിട്ട് എടുക്കണം. QP perpendicular പറഞ്ഞിട്ട് അപ്പൊ given ഇനി ഒന്ന് ഫിഗറിലേക്ക് നോക്കി. OPBയും 90 ആണ്, QPBയും 90 ആണ്. OPBയും QPBയും 90 ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം അനന്യ? OPBയും QPBയും 90 ആകണമെങ്കിൽ അങ്ങനെ നടക്കും. ഒരു കേസിൽ അങ്ങനെ നടക്കും. എപ്പോ? രണ്ടും സെയിം പോയിന്റ് ആണെങ്കിൽ എങ്കിൽ മാത്രമേ അത് പോസിബിൾ ആവൂ. ശരിയല്ലേ? അല്ലാതെ ഏത് കേസ് എടുത്താലും നമുക്ക് ഒരിക്കലും 2 ആംഗിൾ 90 വരില്ല. ഓക്കെ, അപ്പൊ താഴെ എഴുതാം. This is possible only if O and Q are the same points. This is possible only if O and Q are the same points. Next line. Therefore O and Q are the same points. Therefore O and Q are the same points. Hence the perpendicular pass through the center. Hence the perpendicular pass through the center. Hence the perpendicular pass through the center. അതിന്റെ പ്രൂഫ് ഞാൻ പറഞ്ഞു. നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്റ്റ് മെത്തേഡിലല്ല, ഒത്തിരി കറങ്ങിയ വരിക ഞാൻ പറഞ്ഞത് അതുകൊണ്ടാട്ടോ. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. പെട്ടെന്ന് എടുത്ത് നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 12. നല്ല ക്വസ്റ്റ്യൻ ആണ്, കമ്പാരിറ്റീവ്ലി നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യൻ വായിക്കുക, തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. ഫിഗർ എന്തായാലും വരയ്ക്കേണ്ട ഒരു സംശയമില്ല. ഫിഗർ വരയ്ക്കാതെ നമുക്ക് കിട്ടൂല. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് വായിച്ച് മനസ്സിലാക്കണം. വാട്ട് വി ഹാവ് ടു പ്രൂവ്. One more minute to read the question and identify what we have to find out.
എന്താ ക്വസ്റ്റിന്റെ മീനിങ് ഒന്ന് പറയാം അഫ്ലഹ? ട്രയാങ്കിൾ ശരിക്കുണ്ടായില്ല, ക്വസ്റ്റ്യൻ വായിച്ചില്ലേ? വായിച്ചു. പക്ഷെ ഇനി ക്വസ്റ്റിന്റെ മീനിങ് കിട്ടാൻ വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ലല്ലോ, വളരെ സിമ്പിൾ ആയ കാര്യമുള്ള ക്വസ്റ്റിനെ പറയുന്നുള്ളൂ. ഫൈൻഡ് ദ സൈഡ് എ ബി ആൻഡ് എ ബിയും എ സിയും കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കണം. ശരി, നമ്മളായിട്ട് കുറച്ച് കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും വേണ്ടി വരും. പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് കുറെ പണിയൊക്കെ ചെയ്യേണ്ടി വരും. ആൻസറിലേക്ക് എത്താൻ നമ്മളായിട്ട് കുറെ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യേണ്ടി വരും, സംശയമില്ല. നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഉണ്ട്, ചില ഡേറ്റാസ് ക്വസ്റ്റ്യനുണ്ട്, ചില ലെങ്ത് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്ന ലെങ്ത് വെച്ച് ചില ആൾക്കാരെയൊക്കെ നമുക്ക് ഫിഗറിൽ നോട്ട് ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങൾ അതിൽ ചെയ്യാം. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിലവിലുള്ള ഡേറ്റയിൽ നിന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. ട്രയാങ്കിളിന്റെ നെയിം ABC എന്നാണ്. ഇവൻ കേസിൽ ട്രയാങ്കിളിന്റെ നെയിം ABC എന്നാണ്. ഡേറ്റാസ് എന്തൊക്കെയാന്ന് ആലോചിച്ച് നോക്കുക. സെന്റർ O ആണ്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് തൽക്കാലം PQR എന്നൊക്കെ പേര് കൊടുക്കുമല്ലോ. ഒരു D ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ DEF കൊടുക്കണം. നമുക്കൊരു 6 നമുക്ക് നിലവിൽ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 8ഉം തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് വേറെ എന്തൊക്കെ നമുക്ക് ഈ ഫിഗറിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞേ. തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഫാത്തിമ, തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് വേറെ എന്തൊക്കെ നമുക്ക് എഴുതാം? DC 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. BDയും 8 സെന്റിമീറ്റർ. ശരി, അപ്പോ റേഡിയസ് 4 സെന്റിമീറ്റർ. അതും ഓക്കെ. വേറെ നമുക്ക് ഇപ്പൊ ഈ ഫിഗറിൽ എന്തെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇല്ല, ആൽബിൻ എഴുതാൻ പറ്റാറില്ല ഉണ്ടോ അവിടെ? ഇനി ബാക്കി ബോഡി 4 എഴുതാം. ഓക്കെ, വേറെ കിട്ടിയില്ല. ആശിഷ് മതിയോ? സാറ് വേറെ കിട്ടിയില്ല. ആഷിഖ് സാർ കിട്ടിയില്ല. സാർ ജോയിൻ OB ആൻഡ് OC. ജോയിൻ ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാം. അതിനേക്കാളൊക്കെ മുമ്പ് നമുക്ക് ഇവിടുന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതാം. നിലവിലുള്ളത് വെച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അബ്ദുൽ ഖഹാർ തിയറം 10.2 വെച്ച് FBയും EC എഴുതാമല്ലോ. ഏതാ എഴുതാൻ പറ്റുക? FBയും ECയും. അബ്സല്യൂട്ട്ലി, ഇതാണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്ന മെയിൻ സംഭവം. നിലവിലുള്ളത് വെച്ചിട്ട് നമുക്കിവിടെ BF എന്ന് പറയുന്ന ആള് BDയോട് ഈക്വൽ ആണ്. ബിക്കോസ് ബോത്ത് ആർ ടാൻജൻസ് ഫ്രം ദ പോയിന്റ് B. 10.1 വെച്ചിട്ട് 10.2 വെച്ചിട്ട് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ CD ഈക്വൽ ടു CE ഈക്വൽ ടു 8 ആണ്. റീസൺ സെയിം തിയറം 10.2. ഇവിടെ നമുക്കൊരു 6 കിട്ടും, അതുപോലെ നമുക്കൊരു 8 കിട്ടും. ഇവിടെ 6, ഇവിടെ 8. വേറെ രണ്ടുപേരെ നമുക്ക് അറിയില്ല കേട്ടോ. തൽക്കാലം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അതിനെ X എന്ന് എടുക്കും. AF ഈക്വൽ ടു AE ഈക്വൽ ടു X എന്ന് സപ്പോസ് ചെയ്യും. നമുക്കത് അറിയാൻ പാടില്ല. തൽക്കാലം നമ്മൾ അതിനെ X.
ഇനി ക്വസ്റ്റ്യൻ്റെ ഒരു ട്രെൻഡ് ഞാനൊന്ന് പറയാൻ കേട്ടോ, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിനാട്ടോ. നമ്മളോട് ചെയ്യുന്ന കാര്യം, ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ വഴികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ മുമ്പിലുള്ളത് we will find out the area of the triangle by using two different formulas. നമുക്കറിയാവുന്ന ബേസിക് ഫോമുല ഏരിയയുടെ എന്താ, നമ്മുടെ ട്രയാങ്കിൾ ഏരിയയിൽ അപ്ലൈ ചെയ്യാറുള്ള ഫോമുല എന്താ? ഫാരിസ് മുഹമ്മദ്, നോർമലി നമ്മൾ അപ്ലൈ ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ഫോമുല ഏതാ? ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ്, ഹാഫ് ബി എച്ച് ആണ്. ഇത് കൂടാതെ ഒരു ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അനിത ഫോമുല അല്ലേ? ഏതായാലും മുപ്പത്, അതിന്റെ പേരെന്താ? Heron's formula. ഹെറോൺസ് ഫോമുല. എന്താ അതിന്റെ ഇക്വേഷൻ? Root of s minus a s minus b s minus c. എസ് എന്താ? Semi perimeter. സെമി പെരിമീറ്റർ. നമ്മൾ അങ്ങനെ ഫോമുല പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, വേർ എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇതാണ് ഹെറോൺസ് ഫോമുല എന്ന് പറയുന്ന ഫോമുല. ഈ ഫോമുല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഗിവൺ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കും. അത് നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഒന്ന് രണ്ട് ഹിന്റ് ഞാൻ പറയാം. എയും ബിയും സിയും ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ്. ഹെറോൺസ് ഫോമുലയിൽ ഇതെന്താ സംഭവം എന്ന് അറിയില്ലാത്തൊരു പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളണം. ഈ ക്വസ്റ്റിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ ഒരു പാർട്ടാണ് ഹെറോൺസ് ഫോമുല. ഒരു സൈഡ് എ, ഒരു സൈഡ് ബി, ഒരു സൈഡ് സി. ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് എയും ബിയും സി. ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോമുലയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഗിവൺ കേസിൽ നമ്മുടെ ഫിഗറിലേക്ക് വരുമ്പോൾ ഒരു സൈഡ് എ ബി എന്ന് പറയുന്നത് ഒന്ന് നോക്കി, ഫിഗറിലേക്ക് നോക്കി നമുക്ക് പറയാലോ. എ ബി എന്ന സൈഡ് നമുക്ക് എന്ത് എഴുതാം? അല്ലെ റഷീദ്, എ ബി x plus 6 എന്ന് എഴുതാം. അതിനെ ഫോമുല അപ്ലൈ എളുപ്പത്തിന് എടുക്കും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ബി സി എഴുതാൻ പറ്റും, എ സി എഴുതാൻ പറ്റും. അവരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റീവ്ലി ബി എന്നും സി എന്നൊക്കെ വിളിക്കും. എസ് കണ്ടുപിടിക്കും. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഉപയോഗിച്ച് എസ് മൈനസ് എ കണ്ടുപിടിക്കും, എസ് മൈനസ് ബി കണ്ടുപിടിക്കും, എസ് മൈനസ് സിയും കണ്ടുപിടിക്കും. ഇത്രയും പേരെ കിട്ടിയാൽ നേരെ നമ്മൾ ഏരിയയുടെ ഫോമുല കൊടുക്കും. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. സിംപ്ലിഫൈ ചെയ്ത് ഒരു ആൻസർ കണ്ടുപിടിച്ചു. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ഇത് വേഗം ഹെറോൺസ് ഫോമുലയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. സ്പീഡ് ആവണം. സ്പീഡ് ആവട്ടെ കേട്ടോ. ഫീഡ്ബാക്ക് ഫോം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫില്ല് ചെയ്ത് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് എഴുതണേ. എ ബി സി എന്നൊക്കെ നമ്മൾ എടുക്കുന്നത് നമുക്ക് ഫോമുല അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഈസിനെസിന് വേണ്ടിയാണ് എ ബിയും സി ഒക്കെ എടുത്തിട്ടുള്ളത്. സ്പീഡാവട്ടെ. ബിയുടെ വാല്യൂ എന്താ കിട്ടി? ബിയുടെ വാല്യൂ എന്ന് പറയാട്ടെ ഫാത്തിമ ചെയ്യാൻ. അതായത് ബി സി എന്താ കിട്ടി? X plus 3.
BC x plus 8 അല്ലല്ലോ, അത് AC അല്ലേ? BC എന്താ കിട്ടിയ? BC അല്ല, പേര് മാറിപ്പോയോ അവിടുത്തെ? ടെക്സ്റ്റ് ബുക്കിൽ അതേ നെയിം ഫോളോ ചെയ്യണേ. നമുക്ക് ലാസ്റ്റ് ആൻസർ വരുമ്പോൾ തരും. അഫ്സന എന്താ വന്നത്? BC 14. 8 plus 6 എന്ന് പറയും. 8 plus 6 ആണ്, അത് 14 സെന്റിമീറ്റർ ആണ്. അർഫാസ് AC കിട്ടിയ അർഫാസ് AC 8 plus x. മൈക്ക് അടുപ്പിച്ച് പിടിച്ച് വെള്ളം കേൾക്കൂ. 8 plus x. 8 plus x എന്ന് നോക്കും. നമുക്ക് A plus B plus C by 2. എയുടെ വാല്യൂ x plus 6, ബിയുടെ വാല്യൂ 14, സിയുടെ വാല്യൂ 8 plus x divided by 2. x ഉം 2x വരും, 28 വരും by 2. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോ 2x by 2 എന്ന് പറയുമ്പോൾ x വരും, 28 by 2 14 വരും. മൊത്തത്തിൽ x plus 14 എന്നാണ് വരും. x plus 14 എന്ന് വരും എസിന്റെ വാല്യൂ. എസിന്റെ വാല്യൂ വെച്ചിട്ട് മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. എസ് മൈനസ് എ, അതുപോലെ എസ് മൈനസ് ബി, എസ് മൈനസ് സി കണ്ടുപിടിക്കുക. ഇത്രയും ആൾക്കാരെ കിട്ടിയാൽ നേരെ ഹെറോൺസ് ഫോമിലെ കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ കിട്ടും. പറഞ്ഞോ സാർ, അവിടെ ഒരു 2 അല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ x plus 14? നമ്മൾ 2 കോമൺ ആയിട്ട് എടുക്കണം. ഞാൻ അത് ഡേറ്റിൽ ചെയ്തില്ല എന്നുള്ളൂ. 2x plus 28 by 2. 2 2 എന്തായാലും വെട്ടാൻ പറ്റില്ല, കാരണം പ്ലസ് അല്ലേ നടുക്ക് കിടക്കുന്നത്. മനസ്സിലായോ? സാർ, അത് എക്സിന്റെ കൂടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അതേ പറയാം, നമുക്ക് വെട്ടാൻ പറ്റില്ലല്ലോ. വിശാൽ 2 നമുക്ക് ഈ 2 താഴത്തെ 2 വെട്ടി കളയാൻ പറ്റുമോ ഡയറക്റ്റ്? 2x plus 28 കളാ. 2x പ്ലസ് അല്ലേ കിടക്കുന്നേ? 2x എന്ന് പറയുമ്പോ 2 into x അല്ലേ, അപ്പം 2x കറക്റ്റ് ആണ്. ഞാൻ ചോദിച്ചത് ഈ ഡിനോമിനേറ്ററിൽ 2 ആർക്കൊക്കെ ഉള്ളതാ? രണ്ടുപേർക്കുണ്ട്. 2 പേർക്കും ഉള്ളത്. അപ്പൊ ആദ്യത്തെ ടൈമിൽ നിന്ന് മാത്രമേ വെട്ടാൻ പറ്റൂ. കേട്ടില്ല. ആദ്യത്തെ ടൈമിൽ നിന്ന് മാത്രമായി നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നമ്മളോട് ചെയ്യേണ്ടത് 2 കോമൺ എടുക്കാം. അപ്പൊ x plus 14 ബ്രാക്കറ്റിനുള്ളിൽ ഇടും. ഇനി കട്ട് ചെയ്യും. അപ്പോഴാണ് x plus 14 കിട്ടുന്നത്. S minus A, S minus B, S minus C വാല്യൂസ് എന്തൊക്കെയാ വന്നത്? മെറാ ഫാത്തിമ പറഞ്ഞേ. x minus a extra S minus യുടെ വാല്യൂ ഒന്നോടെ കേട്ടില്ല. ഈ ക്ലിയർ ആയില്ല മെറാ? ഒന്നോടെ പറഞ്ഞോ. x plus 14 അല്ലെങ്കിൽ 14 plus x. എടുത്തു കഴിയുമ്പോഴേ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നു പറഞ്ഞാൽ ബ്രാക്കറ്റിന് ഞാൻ പ്രത്യേകം ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് പ്രത്യേകം നോക്കണം, ഇല്ലെങ്കിൽ തെറ്റും. x plus 14 തൽക്കാലം താഴത്തേക്ക് ഒന്ന് ഇറക്കി എഴുതോട്ടോ, കൺഫ്യൂഷൻ വരിക. അപ്പൊ x plus 14 മൈനസ് എയുടെ വാല്യൂ x plus 6 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ x plus 14 മൈനസ് x മൈനസ് 6 എന്ന് വരും. 14 മൈനസ് 6 8 എന്നാണ് ആൻസർ. ആണ് 8 ആണ് വേണ്ടി. രണ്ടാമത് എസ് മൈനസ് ബി, ബിയുടെ വാല്യൂ 14 ആണ്.
അപ്പൊ എക്സ് പ്ലസ് 14 മൈനസ് 14 കട്ടായി പോയി കഴിയുമ്പോൾ എക്സ് എന്ന് ബാക്കി ആൻസർ ആണോ? എസ് മൈനസ് സി എന്താ വന്നത്? എസ് മൈനസ് സി ഹന്ന റഷീദ്, എസ് മൈനസ് സിയുടെ വാല്യൂ കേട്ടില്ല. 6 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 14 മൈനസ് എക്സ് മൈനസ് 8 എക്സ് വെച്ചുകൊണ്ടാവും 14 മൈനസ് 8 6ആണ്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള എ ബി എസ് സി ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോറി എസ് മൈനസ് എസ് മൈനസ് എസ് മൈനസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ ഹെറോൺസ് ഫോമിലേക്ക് അപ്ലൈ ചെയ്യാം. ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസിന്റെ വാല്യൂ എക്സ് പ്ലസ് 14 ഇൻറ്റു എക്സ് മൈനസ് എയുടെ വാല്യൂ 8 എക്സ് 6 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 14 ഇൻറ്റു എക്സ് ഇൻറ്റു 48 എന്ന് വരും. അതില് 48 നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 48 നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ 24 12 6 3 അപ്പൊ 2വിന്റെ 2 പേയേഴ്സ് കിട്ടും. 48 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു റൂട്ടിനുള്ളിൽ 3 ബാക്കിയാവും, എക്സ് ബാക്കിയാവും, എക്സ് പ്ലസ് 14 ബാക്കിയാവും. മൊത്തത്തിൽ നമുക്ക് ഏരിയ ഈക്വൽ ടു 4√3 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 14 എന്ന് വരും. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ ഓക്കെ. അങ്ങനെ നമുക്ക് ഏരിയക്ക് ഒരു ഫൈനൽ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. ഏരിയ കണ്ടുപിടിക്കാൻ ഇപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഇത്രയും എല്ലാവരും വേഗം കംപ്ലീറ്റ് ചെയ്ത് എത്താത്തവര് പക്ഷെ മണ്ണ് നിർത്തണം കേട്ടോ. എവിടെയും ഡൗട്ട് ചോദിക്കണേ. പറ ആസിയ. ആ ഏരിയ ഈക്വൽ ടു അതിന്റെ മോൾ പറഞ്ഞതില്ലേ 2 × 2 റൂട്ട് അതൊന്നും പറഞ്ഞാൽ എങ്ങനെയാ വന്നേന്ന്? അത് റൂട്ട് 48 ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചെയ്തത് ഇതാണ്. റൂട്ട് 48 നമുക്ക് റൂട്ട് ഓഫ് 48 2 × 2 × 2 × 2 × 3 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 48 അപ്പൊ നമുക്ക് ഇവിടുന്ന് 2വിന്റെ ഒരു പെയർ, 2വിന്റെ രണ്ടാമത്തെ പെയർ, 3ക്ക് പെയർ ഇല്ല. അപ്പൊ റൂട്ട് പുറത്തേക്ക് ഒരു 2, രണ്ടാമത്തെ പേര് അടുത്ത 2, 3 സിക്ക് റൂട്ട് 48 നമ്മൾ അങ്ങനെ മാറ്റിയത്. ഇനി അങ്ങനെ തന്നെ ബ്രാക്കറ്റിൽ നിർത്തിയാലും തെറ്റൊന്നുമില്ല. ഫൈനലിലേക്ക് വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്താലും മതി. ഓക്കെ റൈറ്റ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ആ എക്സ്പ്രഷനിൽ നമ്മളിപ്പോ കാര്യങ്ങൾ നിർത്തിയേക്കാണ് തൽക്കാലം. ശ്രദ്ധിച്ചു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? മറ്റൊരു മെത്തേഡിൽ കൂടിയും നമ്മൾ ഇവന്റെ ഏരിയ കണ്ടെത്തും. We will try to find out the area of given triangle in another method. ആ മെത്തേഡ് എങ്ങനെയാണ് ശ്രദ്ധിച്ചു നോക്കിക്കോ. നമ്മൾ ഈ തന്നിരിക്കുന്ന ഫിഗറിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ചില പണികളാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കോട്ടോ. ആ മെത്തേഡ് ശരിക്കും ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. താഴെ സെപ്പറേറ്റ് ആയിട്ടോ ചെയ്യുന്നത്. ഇതാണ് നമുക്കുള്ള ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ ബാക്കി 3 റേഡിയസോടെ ഞാൻ വരയ്ക്കുന്നു. കൂടാതെ ഇങ്ങനെ 3 ലൈൻസോടെ വരയ്ക്കുന്നു. ട്രയാങ്കിളിന്റെ വേർട്ടെക്സിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഇനി നമ്മൾ വരച്ചു കഴിഞ്ഞാണല്ലോ, നമുക്ക് അവിടെ മൊത്തം ഫിഗറിനെ ABC എന്ന വലിയ ട്രയാങ്കിളിനെ 3 ചെറിയ ട്രയാങ്കിൾസ് നമ്മൾ കട്ട് ഷോട്ട് ചെയ്യും. ശ്രദ്ധിച്ചു നോക്കോട്ടോ. ഒരെണ്ണം ദേ കാണുന്ന ആളുകൾ. സോറി ഒരു മിനിറ്റ്. ഒരു ട്രയാങ്കിൾ ഈ കാണുന്ന ആള്. ഓക്കെ, രണ്ടാമതൊരെണ്ണം ഈ കാണുന്നത് കംപ്ലീറ്റ്. മൂന്നാമതൊരെണ്ണം
ഇവിടെ കാണുന്നത് ഇതാണ്. നമുക്ക് 3 ട്രയാങ്കിൾ ആക്കി മൊത്തം ഫിഗർ സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല. റൈറ്റ്? ക്ലിയർ ആണല്ലോ അല്ലേ? വലിയ ട്രയാങ്കിൾ ഇങ്ങനെ 3 പീസാക്കി മുറിക്കാലോ. ഒന്ന് താഴെ, ഒന്ന് ലെഫ്റ്റ്, ഒന്ന് മുകളിൽ. ക്ലിയർ? ഓക്കെ. ഒന്ന് പറയും ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ ഐഷ സുഹാന, ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ നമ്മളിവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ ബേസ് ആരായിരിക്കും? ബേസ് ബി സി. അവന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആരായിരിക്കും? അവന്റെ ഓഡി ആയിരിക്കും. കാരണം ഈ ആംഗിൾ 90 ആണ്. ഈ ആംഗിൾ 90. അപ്പൊ നമുക്ക് ഈ ഓഡിയെ പെർപെൻഡിക്കുലറെ കൺസിഡർ ചെയ്യാം. സിമിലർലി ഇത് ഇവിടെ എല്ലാം ഇത് കണ്ടോ, ഈ റേഡിയസ് ലൈൻ 90 ആണ്. റേഡിയസിന്റെ വാല്യൂ കുറച്ച് തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ ആട്ടോ. അപ്പൊ ഇവിടെ 3 ട്രയാങ്കിളിനും ഒന്നാമത്തെ ആൾക്ക് ഇവൻ ബേസ് ഓഡി ഹൈറ്റ്, ഇവിടെ ഈ കാണുന്ന ആൾ ബേസ് അതുപോലെ തന്നെ ഒ എഫ് ഹൈറ്റ്, എ സി ബേസ് ഒ ഇ ഹൈറ്റ്. അപ്പൊ നമുക്ക് ഏരിയയുടെ ഫോർമുല ഹാഫ് ബി എച്ച് വെച്ചിട്ട് ട്രയാങ്കിൾ ബി ഒ സിയുടെ ഏരിയ കണ്ടുപിടിക്കാം, ട്രയാങ്കിൾ എ ഒ ബിയുടെ ഏരിയ കണ്ടുപിടിക്കാം, എ ഒ സിയുടെ ഏരിയ കണ്ടുപിടിക്കാം. ഈ 3 ഏരിയസ് നമ്മൾ ആഡ് ചെയ്താൽ ആരുടെ ഏരിയ കിട്ടും? വലിയ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ. അങ്ങനെ കൂടി നമ്മൾ ഏരിയ കണ്ടുപിടിക്കും. എന്താ 2 ഇക്വേഷൻ സോൾവ് ചെയ്താണ് ഫൈനൽ ആൻസർ. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ച വേഗം. ഇതുപോലെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് ഓരോ ട്രയാങ്കിളിന്റെ ഒരെണ്ണം മാത്രം സാമ്പിൾ ചെയ്യും കേട്ടോ. ബി ഒ സിയിൽ വരുമ്പോ ഹാഫ് ഇൻറ്റു ബേസ് ബി സി ആണ്, ഹൈറ്റ് ഓഡി ആണ്. കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏരിയ ഓഫ് എന്നൊക്കെ എഴുതണേ, ചുമ്മാ ട്രയാങ്കിൾ ഒന്ന് എഴുതി വെച്ചേക്കരുതേ. ഏരിയ ഓഫ് എന്നൊക്കെ എഴുതിട്ട് വേണം സ്റ്റെപ്പ് ചെയ്യാൻ കേട്ടോ. സ്പീഡ് ആവട്ടെ, പെട്ടെന്ന് ചെയ്തേ. മൂന്ന് ട്രയാങ്കിൾസിന്റെ ഏരിയ നമ്മൾ ഇൻഡിവിജ്വലി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ 3 പേരെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി നമുക്ക് കിട്ടും. ഇവിടെ അവിടെ നമ്മൾ കിട്ടിയ ജസ്റ്റ് എന്താ പറയാ, ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എക്സിന്റെ വാല്യൂ നമുക്ക് അവിടെ കണ്ടുപിടിക്കും. ഓരോ ട്രയാങ്കിളിനെ ഒന്ന് പറയും. ഒന്നാമത്തെ ആളുടെ സിംപ്ലിഫൈ ചെയ്തപ്പോഴേ ഖദീജ ഫൈനൽ എന്താ കിട്ടി? ഫസ്റ്റ് ആൾ സിംപ്ലിഫൈ ചെയ്തപ്പോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഒ സി ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു കോഡി. എന്താ സിംപ്ലിഫൈ ചെയ്തപ്പോ ഒന്ന് പറഞ്ഞേ? എത്ര ആളെ കേട്ടില്ല ഖദീജ ഒന്നോടെ? 28 കിട്ടും. കാരണം ബേസിന്റെ വാല്യൂ 14 ആണ്. 8 വെറും 14. ഹാഫ് ഇൻറ്റു 14 ഹൈറ്റ് 4. ഇത് കട്ട് ചെയ്താൽ 28 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും അവന്റെ വാല്യൂ. ബാക്കിയുള്ളതിൽ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ബാക്കിയുള്ളതിൽ എക്സ് ഒക്കെ ഉള്ള എക്സ്പ്രഷൻ ആണ് വരിക. പക്ഷെ അങ്ങനെ കീപ്പ് ചെയ്താൽ മതി. ലാസ്റ്റ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. രണ്ടാമത്തെ ആളിൽ എന്താ വന്നത്? ഫസ്റ്റ് സെക്കൻഡ് വണ്ണിന്റെ
2x plus 12. ഒന്നുകൂടെ പറയണേ. 2x plus 12. 2x plus 12 എന്നാണോ പറയുന്നത്? എനിക്ക് ക്ലിയർ ആയത്. Yes, sir. 12. നമുക്ക് നോക്കാം. ഹാഫ് ഇൻറ്റു എഒബിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ എ ബി ആണ്, ഒ എഫ് ആണ് ഹൈറ്റ്, അതൊക്കെ എഴുതണം കേട്ടോ. ഹാഫ് ഇൻറ്റു എ ബിയുടെ വാല്യൂ 6 പ്ലസ് എക്സ്, ഹൈറ്റ് 4, കട്ട് ചെയ്യാം. 2 ഇൻറ്റു 6 12 വരും, 2 ഇൻറ്റു എക്സ് 2x വരും. എ ഒ സിയിലേക്ക് വരുമ്പോഴോ, എ ഒ സി ഒന്ന് പറയാം. എ ഒ സി എങ്ങനെയാ വരിക? 5 ശതമാനം എ ഒ സി സ്പീഡ് പറയണ. Sir, ഞാൻ ചെയ്തില്ല. താമസം എന്നാണ് ഈ സാധനം ചെയ്യാൻ. ഒരെണ്ണം ഓൾറെഡി മോഡൽ ഞാൻ പറഞ്ഞതല്ലേ, ജസ്റ്റ് ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. അഫ്സന എ ഒ സി. Sir, 8x into 4. 8x അല്ല അഫ്സന. 2x plus 16. ഫൈനൽ നമുക്ക് കിട്ടുക 2x plus 16 ആണ്. ഹാഫ് ഇൻറ്റു ആദ്യം നമുക്ക് നെയിം കൊടുക്കാം. എ ഒ സി എന്ന് പറയുമ്പോൾ എ സി ഇൻറ്റു ഒ ഇ ആണ്. ഹാഫ് ഇൻറ്റു 8 പ്ലസ് എക്സ് ഇൻറ്റു 4 ആണ്. കട്ട് ചെയ്യാം. 16 പ്ലസ് 2x എന്ന് വരും. അപ്പൊ എ ബി സിയുടെ ഏരിയയിലേക്ക് വരും. നമുക്ക് ആഡ് ചെയ്യും. ഈ 3 ഏരിയാസിന്റെ സം എടുത്താൽ 28ഉം 12 പ്ലസ് 2x-ഉം 16 പ്ലസ് 2x-ഉം 56 പ്ലസ് 2x എന്ന് വരും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇപ്പൊ കിട്ടിയിരിക്കുന്ന രണ്ടും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയുടെ ഇക്വേഷൻ. നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് കണ്ടോ, ഇത് ഈ രണ്ട് ഇക്വേഷൻ. ഇത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആണ്, ഇത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. നമുക്ക് ഇക്വേറ്റ് അത് പറഞ്ഞോ. 4x 2x അല്ല 4x ആണ്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് നേരെ ഫ്രം ഇക്വേഷൻ 1 and 2 ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുള്ള ഉള്ളൂ കേട്ടോ. From 1 and 2, 4 into root 3x into x plus 14 is equal to 56 plus 4x. You maximum 2 more minutes to equate. Good day. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? 10 ഉറപ്പിക്കുക എന്നുള്ള മാർഗം 56 plus 4x ന് 4 കോമൺ എടുക്കും. 4 കോമൺ എടുക്കാം, കട്ട് ചെയ്യാം. ചെയ്തു വേഗം ചെയ്തു. അവിടെ നമുക്കവിടെ ചെയ്യാവുന്ന കുറെ പണികളുണ്ട് കേട്ടോ, കുറെ പണികളുണ്ട് നമുക്കവിടെ ചെയ്യാവുന്ന. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 4 കോമൺ എടുക്കാം, അല്ലെങ്കിൽ 4 നമുക്ക് അപ്പുറത്തേക്ക് പോകണം. അപ്പൊ റൂട്ട് ഓഫ് 3x into x plus 14 equal to
56 plus 4x divided by 4 എന്ന് കിട്ടും. 4 കോമൺ എടുത്താൽ 4 into 14 plus x by 4. 4 ഉം കട്ട് ചെയ്യും. Root of 3x into x plus 14 equal to 14 plus x തിരിച്ചു കഴിഞ്ഞാൽ x plus 14 എന്ന് കിട്ടും. ഇനി എങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ റഷീദ് ഫർദർ എന്ത് ചെയ്യും? സിംപ്ലിഫൈ ചെയ്യാൻ സ്ക്വയർ ചെയ്തിട്ട് കോമൺ ആയിട്ട് നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പോഴേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. റൂട്ട് ഓഫ് 3x into x plus 14 the whole square is equal to x plus 14 the whole square. റൂട്ടും സ്ക്വയറും കട്ടാവും. 3x into x plus 14 റൈറ്റ് സൈഡിൽ x plus 14 the whole square. അത് നിങ്ങൾക്ക് സിംപ്ലിഫൈ ആവുന്നുള്ളൂ. ഒരു മിനിറ്റോടെ മാക്സിമം കംപ്ലീറ്റ് ആയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. കംപ്ലീറ്റ് ആയവര് those who completed move to the last one, question number 30. ഇതെന്താ അമാൻ മോസ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എളുപ്പവഴി എങ്ങനെയാണ്? ഞാനത് ഐഡന്റിറ്റി എക്സ്പാൻഡ് ചെയ്തു. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്തു. അതിനേക്കാൾ എളുപ്പവഴി ഉണ്ട്. അത്രയും ടൈം കളയാതിരിക്കാനുള്ള ഒരു മാർഗം ഉണ്ട് ഇവിടെ വേണമെങ്കിൽ. കിട്ടിയായിരുന്നു അവാന? x plus 14 into x plus 14. x plus 14 ഹോൾ സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. x plus 14 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആളെ വേണമെങ്കിൽ ഡയറക്റ്റ് വെട്ടാൻ വിളിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വെട്ടിയാലും മതി. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്താൽ we can cancel one x plus 14 from both. ഇപ്പൊ നമുക്ക് എളുപ്പമാണ്. എനിവേ രണ്ടിലും സെയിം ആൻസർ ഒക്കെ കിട്ടാട്ടോ. അത് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നമ്മൾ എളുപ്പമുണ്ടെന്ന് മാത്രം. x ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ 3x minus x equal to 14. 2x equal to 14. x equal to 14 divided by 2, 7 answer. Normal advantage. We will get the value of x as 7. Question എന്താ ചോദിച്ചിട്ടുള്ളത് മറന്നു പോകരുത് നന്ദിത. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഫൈനൽ? Find the sides AB and AC. AB and AC അത് എടുത്ത് എഴുതണം കേട്ടോ. AB എന്ന് പറയുന്ന ആള് 6 plus 7 15 ആണ്. AC എന്ന് പറയുന്ന ആള് 8 plus 7. ഇങ്ങനെ എഴുതി കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Question number 30. Do that. ക്വസ്റ്റ്യന്റെ മൊത്തത്തിൽ സ്ട്രക്ചർ ഇത്രയോടെ വലിയ സംഗതിയായിട്ട് കംപ്ലീറ്റ് നോക്കുമ്പോ ഇറ്റ് മേ ബി 1 or 2 pages. പക്ഷെ അങ്ങനെ നിങ്ങൾ അതിനെ ഫേസ് ചെയ്യണ്ട. ട്രയാങ്കിളിന്റെ ഏരിയ രണ്ട് രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചു. അത്ര മാത്രം. ഒന്ന് ഹെറോൺസ് ഫോർമുലയാണ്, ഒന്ന് ഹാഫ് ബി എച്ച് ആണ്. രണ്ട് രീതിയിലും ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നു. അതിന് ഇക്വേഷൻ അതാണ് നമ്മൾ ചെയ്തത്. അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ സ്ട്രക്ചറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. അല്ല നമ്മള് നമുക്ക് 2 പേരുള്ള പ്രൂഫ് ഇത് പഠിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യല്ല. ശരിക്കും വളരെ എളുപ്പമുള്ള സാധനമാണ്. എങ്ങനെയാണെന്ന് ഓർത്താൽ മതി. പിന്നെ അതിലെ കുറച്ച് സ്റ്റെപ്സ് വരുന്നതേ ഉള്ളൂ. ഓക്കെ. എനിവേ 13 12 ഡൗട്ടിനായി ചോദിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ 13. ജോസിമാരി ഇതേമാതിരി കൊടച്ചാലേ പക്ഷെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഫിഗർ വരയ്ക്കണം കേട്ടോ.
ക്വസ്റ്റിന് ഫിഗർ തന്നിട്ടില്ല, ഫിഗർ നമ്മളായിട്ട് തന്നെ വരയ്ക്കണം. നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം എന്താ പ്രൂവ് ചെയ്യേണ്ടത്. അത് തിരിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ എന്താ പ്രൂവ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ ചിലപ്പിച്ചിട്ട് അവിടെ ആലി സർക്കിൾ വരയ്ക്കാനുള്ള ടൂൾ അവിടെ നിന്ന് കിട്ടിയേ? അടിപൊളി ടൂളാലോ ആലിയ. നല്ല വില തോന്നുന്നതിന് സാധാരണ നാട്ടിലല്ലോ, പുറത്ത് വരുത്തിച്ചാണോ, ഇമ്പോർട്ട് ചെയ്താണോ? അല്ല, കോമസ് എന്ത് ആലിയുടെ കോമസ് അവിടെ ഉണ്ടോ? അടുക്കള എന്തെങ്കിലും ആവശ്യമുണ്ടോ? കോമസ് കൊണ്ട് എന്തെങ്കിലും പണിയുണ്ടോ അടുക്കളയില്? ആ, എന്നാ കോമസ് കൊണ്ട് വരച്ചാൽ മതി കേട്ടോ. വേഗം വേഗം ചെയ്ത് ഞാൻ പറയാതെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ടാസ്ക്. വാട്ട് വി ഹാവ് ടു പ്രൂവ്. Opposite side of a quadrilateral circumscribing a circle subtend supplementary angle adjustment. എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് അതിന്റെ മീനിങ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. 30 seconds more. എന്നാ പറ. 30 seconds മാക്സിമം കേട്ടോ. ക്വസ്റ്റ്യൻ മീനിങ് ഒന്ന് പറഞ്ഞു കേട്ടെ. ക്വസ്റ്റ്യന്റെ മീനിങ് എന്താ പറയും? ഒരു ക്വാഡ്രിലാറ്ററൽ സർക്കിളിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ഓഫ് ക്വാഡ്രിലാറ്ററൽ circumscribing a circle. Circumscribing a circle. ഇങ്ങനെ പറയാം. ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി കഷ്ടപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ എന്താ പ്രൂവ് ചെയ്യണം തിരിച്ചറിയാൻ വിളിച്ച് പാടുപെടും. അതിൽ പറഞ്ഞ ചില വാക്കുകളുടെയൊക്കെ അർത്ഥം നമ്മൾ ഇതിനു മുമ്പ് ചില ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ട്. മീനിങ് ഒന്ന് പറയാമോ ഫസലെ? മീനിങ് കിട്ടിയോ ക്വസ്റ്റ്യന്റെ? മീനിങ് കിട്ടിയിട്ടില്ല. കെവിൻ? ക്വാഡ്രിലാറ്ററൽ സർക്കംസ്ക്രൈബ് ചെയ്യണുണ്ട്. സർക്കംസ്ക്രൈബ് എന്ന് പറഞ്ഞാ സർക്കിളിന്റെ ക്വാഡ്രിലാറ്ററിന്റെ അകത്താ സർക്കിൾ. ക്വാഡ്രിലാറ്ററിന്റെ അകത്താണ് സർക്കിൾ. കുറച്ചുകൂടെ അതിനൊരു ലിറ്റിൽ ബിറ്റ് ക്ലാരിറ്റി അടുത്തുള്ളിൽ വന്നാൽ മതിയോ? സൈഡിലെല്ലാം ടച്ച് ചെയ്യണം. അതായത് ക്വാഡ്രിലാറ്ററിന്റെ സൈഡ് സർക്കിളിന് ടാൻജന്റ് ആയിരിക്കും. അപ്പൊ ക്വാഡ്രിലാറ്ററൽ അല്ലാണ്ട് നമ്മൾ എല്ലാ കേസിലും സർക്കംസ്ക്രൈബ് ഉപയോഗിക്കാറുണ്ട്. ട്രയാംഗിൾ സർക്കംസ്ക്രൈബിംഗ്, എ ക്വാഡ്രിലാറ്ററൽ സർക്കംസ്ക്രൈബിംഗ്, എ പാരലലോഗ്രാം സർക്കംസ്ക്രൈബിംഗ് എന്നൊക്കെ നമ്മൾ പറയും. സർക്കംസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ the figure, the polygon that we are mentioning have sides tangent to the circle. A triangle circumscribing a circle എന്ന് പറയുന്ന മീനിങ് ഏതാ? നമ്മൾ ഈ കണ്ടത് ട്രയാംഗിൾ. ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഇതാണ് ട്രയാംഗിൾ സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ. ട്രയാംഗിളിന്റെ 3 സൈഡും സർക്കിൾ ടാൻജന്റ്. ഓക്കെ. ഇൻസൈഡ് എന്ന് പറയുന്ന പ്രശ്നം എന്നറിയോ? ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മീനിങ് കൂടെ നമുക്കിത് ഇങ്ങനെ ട്രയാംഗിൾ, ഞാനുള്ളിൽ ഇത് ഇങ്ങനെ ഒരു സർക്കിൾ, ഇതേ സർക്കിൾ ഇൻസൈഡ് ട്രയാംഗിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറുതെ ഇൻസൈഡ് എന്നല്ല, കറക്റ്റ് 3 സൈഡ് എന്തെങ്കിലും ടാൻജന്റ് ആയിട്ട് നിൽക്കുന്നു. കൃത്യം the 3 sides of the figure are tangential to the circle. അതിനാണ് നമുക്ക് സർക്കംസ്ക്രൈബിംഗ് എന്ന് പറയാട്ടോ. ഓക്കെ. അപ്പൊ ക്വാഡ്രിലാറ്ററൽ, നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്ന കാര്യം ക്ലിയർ ആയി. ഇനി എന്താ പ്രൂവ് ചെയ്യണ്ടേ? മുനീറ, വാട്ട് വി ഹാവ് ടു പ്രൂവ്?
രണ്ട് ആംഗിൾ 180 ആണ്. രണ്ട് ആംഗിൾ 180 ആണ്. ഏതൊക്കെ രണ്ട് ആംഗിളാണ്? ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങളപ്പോ ഫിഗറൊക്കെ ഒന്ന് വരച്ച് കേൾക്കാം വേഗം. ആദ്യം സർക്കിൾ വരയ്ക്കുക കേട്ടോ, എന്നിട്ട് അതിന് മാച്ചിങ് ആയ രീതിയിൽ കോർഡിനേറ്റ് വരയ്ക്കുക. കോർഡിനേറ്റ് വരയ്ക്കുമ്പോൾ സ്ക്വയർ പോലെ ഒന്നും വരച്ചേക്കരുതേ, സ്ക്വയറോ റെക്ടാംഗിൾ പോലെ ഒന്നും വരച്ചേക്കരുത്. മാക്സിമം അത് നമ്മള് ആംഗിൾസ് 90 ആണെന്നൊക്കെ ഫീൽ ചെയ്യാത്ത രീതിയിൽ വരയ്ക്കാൻ ശ്രമിക്കും. നിങ്ങൾ ആദ്യം സർക്കിളാണ് നിങ്ങൾ വരയ്ക്കണ്ടേ. കൺസ്ട്രക്ഷൻ കഴിച്ച് ഫാസ്റ്റ് ആവട്ടെ. മാക്സിമം ബോഡി കൊടുക്കുന്ന നെയിം തന്നെ കൊടുക്കാൻ നോക്കാം കേട്ടോ. പോയിന്റ് ഓഫ് കോൺടാക്ട് നമ്മൾ PQRs എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കോർഡിനേറ്റിന്റെ പേര് ABC എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ ഇവിടെ ഉണ്ട്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. വാട്ട് വി ഹാവ് ടു ഇവിടെ എന്താ പ്രൂവ് ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. Speed out കേട്ടോ. നിങ്ങളല്ലേ maximum you have 1 more minute to identify what we have to prove. കിട്ടിയത് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്താ പറയുന്നത്? കിട്ടിയത് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? കിട്ടിയത് ഹാൻഡ് റൈസ് ചെയ്യും. രണ്ട് മൂന്ന് വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഇതിലുള്ള ചെയ്യണ്ട. കിട്ടിയത് ചെയ്തു. ഓക്കെ ഫൈൻ. കിട്ടിയത് ചെയ്തു. ടൈം കളയണ്ട. അതൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി വായിക്കുക. പ്രൂവ് ദാറ്റ്. സെന്റൻസ് അല്ലേ ഉള്ളൂ. റിപ്പീറ്റഡ്ലി വായിച്ചാൽ കിട്ടും സംഗതി. seconds മാക്സിമം. പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് കണ്ടെത്താൻ 30 seconds മാക്സിമം. പൈസ എന്ന് പറഞ്ഞ കേക്കട്ടെ. എന്താ പ്രൂവ് ചെയ്യണ്ടേ? പറ. പൈസാനോ സാർ മറ്റേ AOD പ്ലസ് BOC 180 ആണ്. AOD plus BOC 180.
ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലേറ്റർ. ഈ ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഞാൻ തൽക്കാലം ഒരു സൈഡിനെ എ ബി എന്ന് എടുക്കുന്നു. അപ്പൊ അവന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സി ഡി ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്ത് ചെയ്യണം? സർക്കംസ്ക്രൈബിംഗ് സർക്കിൾ ആണ്. അപ്പൊ ടാൻജന്റ് ആണ് വന്നിരിക്കുന്നത്. ദേ സബ്ടെൻഡ് സപ്ലിമെന്ററി ആംഗിൾ അറ്റ് ദ സെന്റർ. ഈ ഓപ്പോസിറ്റ് സൈഡ്സ് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സപ്ലിമെന്ററി ആണ്. ഇവർ സർക്കിൾ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? എ ബി സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ലൈൻ വരയ്ക്കും. എയിലേക്കും ബിയിലേക്കും ലൈൻ വരയ്ക്കണം. ഇതാണ് ആംഗിൾ മെയ്ഡ് ബൈ എ ബി അറ്റ് ദ സെന്റർ. എ ബി എന്ന സൈഡ് സെന്ററിൽ ഉണ്ടാക്കി. ഇതുപോലെ തന്നെ മുകളിൽ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ സി ഡി ആണ് അടുത്ത ആൾ. സി ഡി ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതാണ് ആംഗിൾ മെയ്ഡ് ബൈ സി. ഈ രണ്ട് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. We have to prove that these two angles are supplementary. ഇതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്ക്വയർ ആക്കിയോ റെക്ടാംഗിൾ ആക്കിയോ ഒന്നും വരയ്ക്കരുത്. കാരണം അങ്ങനെ വരച്ചാൽ 90 ഓപ്പോസിറ്റ് ആംഗിൾ ഒക്കെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അത് തെറ്റും. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ വരയൊക്കെ സ്ട്രൈറ്റ് ലൈൻ പോലെ ഇരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ ഫീൽ ചെയ്യും. അതൊന്നും നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളോട് ജനറൽ ട്രയാംഗിൾ വേണമെന്ന് പറയാം, സോറി ജനറൽ ഫിഗർ വേണമെന്ന് പറയാൻ കാരണം അങ്ങനെയാണ് നമുക്കൊരു ഫിഗർ കിട്ടും. പ്രൂവ് ചെയ്യാൻ യു ഹാവ് 3 minutes മാക്സിമം. ഒരു ആംഗിളും ഒരു മെഷർമെന്റും നമുക്ക് തന്നിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ഓർക്കുക. Nothing is given in the question. We have to prove that angle AOB plus COD equal to 180 degree. നമുക്ക് കിട്ടേണ്ടത് 2 more minutes. ഒരു ഹിന്റ് ഞാൻ തരാം. ഈ ഫിഗർ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന പോലെ ഫിഗർ നിങ്ങൾ നിർത്തിക്കാൻ ആൻസറിലേക്ക് എത്തില്ല. ഇനിയും ചില കലാപരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നു. ആശി ഒന്ന് പറയാം. എനി ഐഡിയ ടു പ്രൂവ്? OPയും OQയും അതൊക്കെ ഞാൻ ജോയിൻ ചെയ്തു. എല്ലാ പോയിന്റ് ഓഫ് കോണ്ടാക്ട്സിലേക്കും നമ്മൾ വരകൾ വരയ്ക്കും. എല്ലാ പോയിന്റ് ഓഫ് കോണ്ടാക്ട്സിലേക്കും ലൈൻസ് വരയ്ക്കും. ഇങ്ങനെ ലൈൻ വരച്ചു. അടുത്തത് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ലൈൻ വരച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ ലൈൻ വരച്ചു. സിമിലർ വേ ഇങ്ങോട്ടും ലൈൻ വരച്ചു. ഓൾ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ്. ഇങ്ങനെയൊക്കെ ലൈൻ വരച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ ചില സാധ്യതകളുണ്ട്. ചെയ്തോ? You have 2 more minutes. കേട്ടോ? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വഴികൾ പിന്നെ തെളിഞ്ഞോ? ചെയ്യും. ഇങ്ങനെയൊക്കെ വരച്ചതിന് ശേഷം എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ തെളിഞ്ഞോ? എന്താ വഴി പറഞ്ഞു? രണ്ട് ട്രയാങ്കിളുടെ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്ത അബ്സല്യൂട്ട്ലി, തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള വഴി അതാണ്. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇവിടെ ഇപ്പോ കുറെ പെയർ വൈസ് കോൺഗ്രുവന്റ് ആയ ട്രയാങ്കിൾസ് ഉണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ എ എന്ന പോയിന്റ് കൺസിഡർ ചെയ്യും. എ എന്ന പോയിന്റ് കൺസിഡർ ചെയ്താൽ എയിൽ നിന്ന് നമ്മൾ വരച്ചിരിക്കുന്ന രണ്ട് ടാൻജൻസ് ആണ് എ പിയും എ എസും. ശരിയല്ലേ? എ നോക്കിയാൽ
അപ്പൊ ഈ എ പിയും എസും ഇൻക്ലൂഡഡ് ആയ ഈ കാണുന്ന രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആണ്. ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. അതുപോലെ തന്നെ നമുക്ക് പറയാം രണ്ടാമത്തെ തൊട്ടിപ്പുറത്തെ ഫിഗറിലേക്ക് നമ്മൾ വന്നാൽ ദീസ് ടു ആർ കോൺഗ്രുവന്റ്. ഇനി നെക്സ്റ്റിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് പറയാം ദീസ് ടു ആർ കോൺഗ്രുവന്റ്. അതുപോലെ നമുക്ക് പറയാം ലാസ്റ്റില് ദീസ് ടു ആർ കോൺഗ്രുവന്റ്. പിന്നെ പെയർ വൈസ് കോൺഗ്രുവന്റ് ആയ ട്രയാങ്കിൾസ് നമുക്ക് ട്രയാങ്കിളിന്റെ പേരൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ട്രയാങ്കിൾ AOP കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ AOS. അതിന്റെ സ്റ്റെപ്പ് ഒന്നും വേണ്ട, ഡയറക്റ്റ് എഴുതിയാൽ മതി, കാരണം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി 3 കേസ് എഴുതാം. BOPയുടെ കോൺഗ്രുവൻസി നമുക്ക് എഴുതാം, COQന്റെ കോൺഗ്രുവൻസി നമുക്ക് എഴുതാം, DORന്റെ കോൺഗ്രുവൻസി നമുക്ക് എഴുതാം. 4 ട്രയാങ്കുലർ കോൺഗ്രുവൻസീസ് കിട്ടും. ട്രയാങ്കുലർ കോൺഗ്രുവൻസീസിൽ നിന്ന് നമുക്ക് ചില ആംഗിളുകളെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആൻസറിലേക്ക് എത്തും. ട്രയാങ്കുലർ കോൺഗ്രുവൻസീസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഒന്ന് പറയാം, രണ്ടാമത്തെ പേരെന്താ പറയാ കോൺഗ്രുവൻസി കാര്യ? BOPക്ക് കോൺഗ്രുവന്റ് ആരാ? BOQ ആണ്. COQന് കോൺഗ്രുവന്റ് ആരാ മിഷാലെ? COQന് COR ആണ്. DORന് കോൺഗ്രുവന്റ് ആരാ? DORന് ഹന്ന ഫാത്തിമ? DOS ആണ്. ഈ കോൺഗ്രുവൻസിയിൽ നിന്ന് നമുക്ക് വേണ്ടത് നടുക്കത്തെ ആംഗിൾ ആണ്. നമുക്ക് അവരെ കണക്ട് ചെയ്യാം കേട്ടോ. നമുക്കിവിടെ പറയാം ഈ കാണുന്ന രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. കോൺഗ്രുവൻസി വെച്ചിട്ട് ആംഗിൾസിന്റെ ഇക്വാലിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. We can say these two angles are equal. അപ്പോൾ അത് ഇവിടെ തന്നെ എഴുതുക കേട്ടോ. AOP കോൺഗ്രുവന്റ് AOS ആണ്. നിങ്ങൾ താഴെ ഞാനിവിടെ നേരെ തന്നെ എഴുതുകയാണ്. ആംഗിൾ AOP equal to angle AOS ആയിരിക്കും. Let me call it as A. നമുക്ക് പറയാം BOP equal to BOQ ആയിരിക്കും. Let it be B. ഇവിടെ COQ equal COR ആയിരിക്കും. C. DOR equal DOS ആയിരിക്കും. നമ്മൾ അതിങ്ങനെയൊക്കെ സിമ്പിൾസ് കൊടുക്കും. ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് സിമ്പിൾസ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവൻ A, ഇവനും A. ഇവിടെ B, ഇവിടെയും B. ഇവിടെ C, ഇവിടെ C. ഇവിടെ D, ഇവിടെ D. ഇനി ആ കാണുന്ന പോയിന്റിന് ചുറ്റുമുള്ള 4 ആംഗിൾസ് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക ഫാത്തിമ പർവീൻ? 360 ആണ്. A plus A plus B plus B plus C plus C plus D plus D equal to 360 ആണ്. 2A plus 2B plus 2C plus 2D equal to 360. 2 നെ ഒന്ന് കോമൺ എടുത്താൽ 2 into A plus B plus C plus D equal to 360 എന്ന് കിട്ടും. അപ്പൊ A plus B plus C plus D എന്ന് പറഞ്ഞാൽ 360/2 ആണ്, 180 എന്ന് കിട്ടും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിലേക്ക് നോക്കാം. നമുക്ക് കിട്ടേണ്ടത് ആരെയാണ്? ആംഗിൾ AOB പ്ലസ് COD ആണ് നമുക്ക് കിട്ടേണ്ടത്. ഫിഗറിലേക്ക് നോക്കിയാൽ
AOBക്ക് പകരം നമുക്ക് കൃത്യമായ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാൻ പറ്റും. CODക്ക് പകരം നമുക്ക് കൃത്യമായ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ ലീഡ് ചെയ്യും. എഴുതി നോക്കിയാൽ നിങ്ങൾ ലീഡ് ചെയ്യോ? സംഭവം തീർന്നു. ഇനി ഒരു 30 സെക്കൻഡ്സിന്റെ പണിയുള്ളൂ. അവിടെ എന്താണ് നമുക്കൊരു മാറ്റം കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ കേൾക്കട്ടെ. അമാൻ മോസിൻ, ഈ AOB പ്ലസ് CODക്ക് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക? A plus B എന്ന് കൊടുക്കാം AOBA. കാരണം നോക്കി, AOB എന്ന് പറയുന്ന ആംഗിളിന്റെ ഈ ആംഗിൾ എന്തുകൊണ്ടോ ഇതാണ് AOB. ഈ ആംഗിളിൽ വന്നിട്ടുള്ളത് എയും ബിയും. AOBക്ക് പകരം A plus B. CODക്ക് പകരം C plus D കൊടുക്കാം. കാരണം ഇവിടെയാണ് COD ഉള്ളത്. നിങ്ങളുടെ ഫിഗറിലൊക്കെ നിങ്ങൾക്ക് കൃത്യം കിട്ടുണ്ടോ? അതിലുള്ളത് സിയും ഡിയും. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് A plus B plus C plus D 180. നമുക്ക് പറയാം therefore angle subtended by the opposites of a quadrilateral circumscribing a circle at the center is supplementary എന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതവിടെ ഇതെല്ലാവരും ഓക്കെ. സോ there we officially complete the chapter circles. പിന്നെ നമുക്ക് 3 ചാപ്റ്ററുകൾ ബാക്കിയുണ്ട്. കൺസ്ട്രക്ഷൻ, സർഫസ് ഏരിയ ആൻഡ് വോളിയം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. that we will discuss later. ഫീഡ്ബാക്ക് ബോക്സ് ഫിൽ ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞ് ലീവ് ചെയ്യാം കേട്ടോ. കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ട് ലീവ് ചെയ്യും.